चात्यदेशतारिणे श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति सपदान्तिकम् वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवां च श्रीरूपं साग्रजातं सहगना रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोऽस्तुते तप्त काञ्चन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरि ओम तत्सत्। हरे कृष्ण। നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭവർത്തം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ രണ്ടാമത്തെ അധ്യായമാണ്. രണ്ടാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ഭാഗങ്ങളിൽ ഭഗവാൻ അർജുനന് ആത്മാവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ജീവാത്മാവിന്റെ പ്രത്യേകതകൾ, അതൊരിക്കലും നശിക്കാത്തതാണ്, ആർക്കും അതിനെ നശിപ്പിക്കാൻ സാധിക്കാത്തതാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. ജീവനും ശരീരവും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ജീവാത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കുറച്ച് രഹസ്യമായിട്ടുള്ള ജ്ഞാനമാണ് എന്നും പറഞ്ഞു കൊടുത്തു. ആത്മാവിനെ കുറിച്ച് അറിയുന്നത് കുറച്ച് ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾക്കാണ്. ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ഛൈനം അന്യശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത. കുറച്ച് ആത്മീയ ബുദ്ധിയുള്ള വ്യക്തികൾക്കാണ് ആ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്തായാലും ആത്മാവ് ഒരിക്കലും നശിക്കാത്തത് കൊണ്ട് യുദ്ധത്തിൽ എല്ലാവരും കൊല്ലപ്പെടും എന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കൊല്ലപ്പെട്ടാലും ശരീരം നശിച്ചാലും അവർക്ക് എല്ലാവർക്കും പുതിയൊരു ശരീരം ലഭിക്കും. അന്തബന്ധ ഇമേദേഹ നിത്യസ്യോക്ത ശരീരിണ അനാശിനോ അപ്രമേയസ്യ തസ്മാത് യുദ്ധസ്യ ഭാരത. ഇനി അതുകൊണ്ട് യുദ്ധം ചെയ്യുക തന്നെയാണ് വേണ്ടത്. സാഖ്യയോഗം അനുസരിച്ച് ജീവാത്മാവിന്റെ സ്വഭാവം അനുസരിച്ച് നോക്കുകയാണെങ്കിലും യുദ്ധം ചെയ്യുകയാണ് വേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം കർമ്മയോഗം അനുസരിച്ച് സാമൂഹികമായിട്ടുള്ള സ്വധർമ്മം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നീ ക്ഷത്രിയനാണ്. ക്ഷത്രിയന്റെ സ്വധർമ്മം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. യുദ്ധം ചെയ്യാതിരുന്നാലാണ് നിനക്ക് പാപം ലഭിക്കുന്നത്. തത് സ്വധർമ്മം കീർത്തിച്ച ഹിത്വാ പാപം അവാപ്സ്യസി. നീ യുദ്ധം ചെയ്യാതിരുന്നാലാണ് നിന്റെ കീർത്തി നശിച്ചു പോകുന്നത്, നിനക്ക് പാപം ലഭിക്കുന്നത്. യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ സമൂഹത്തിലുള്ളവർ പോലും നിന്നെ പഴിക്കാൻ തുടങ്ങും. നിന്റെ യുദ്ധവീരൻ എന്നുള്ള യശസ് നശിച്ചു പോകും. അവാച്യവാദാംശ ബഹൂൻ വദിഷ്യന്തി തമാഹിതാഹ നിന്ദന്തസ്തവ സാമർത്ഥ്യം. നിന്റെ സാമർത്ഥ്യത്തെ കുറിച്ച് അവർ ഇകഴ്ത്തി പറയും. നീ ഭയപ്പെട്ടിട്ടാണ് യുദ്ധത്തിൽ നിന്ന് പോയതെന്ന് അവരെല്ലാവരും സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ നീ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വിലാപങ്ങളൊക്കെ ഒഴിവാക്കി യുദ്ധം ചെയ്യാൻ വേണ്ടി എഴുന്നേൽക്കുക. തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയം. അതുകൊണ്ട് എഴുന്നേറ്റ് യുദ്ധം ചെയ്യുകയാണ് വേണ്ടത്.
ലാഭത്തിനെ കുറിച്ചോ നഷ്ടത്തിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിന്റെ കടമ എന്നുള്ള നിലയിൽ സുഖദുഃഖേ സമയകൃത്വ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപം അവാപ്സ്യസി. ഇതെന്റെ കടമയാണ്. ഇത് എന്റെ എന്തെങ്കിലും സുഖത്തിന് വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും എന്റെ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല, എന്റെ കടമയാണ്, എന്റെ ധർമ്മമാണ് എന്നുള്ള രീതിയിൽ നീ യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിനക്ക് പാപം ലഭിക്കുകയില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെ ആ നിലവാരത്തിൽ യുദ്ധം ചെയ്യാം? ഒരു കടമ എന്നുള്ള നിലവാരത്തിൽ എങ്ങനെ യുദ്ധം ചെയ്ത് എല്ലാവിധ കർമ്മങ്ങളിൽ നിന്നും മുക്തനാകാം? വലിയൊരു യുദ്ധം ചെയ്താൽ പോലും ആ യുദ്ധത്തിന്റെ കർമ്മഫലമൊന്നും ബാധിക്കുന്നില്ല, അല്ലെ? സാധാരണഗതിയിൽ നമ്മൾക്ക് എല്ലാത്തിനും കർമ്മഫലം അനുഭവിക്കണം. ഈ ഭൗതിക ലോകത്തിൽ ചെറുതായിട്ട് എന്ത് ചെയ്താലും അതിനൊരു കർമ്മഫലം ഉണ്ടാകും, അല്ലെ? ഒരു ഉറുമ്പ് നമ്മുടെ പ്രവർത്തനം കൊണ്ട് ചത്തുപോയാലും അതിന്റെ കർമ്മഫലം നമ്മൾക്കുണ്ട്, അല്ലെ? ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഭൗതിക ലോകത്തില് കർമ്മഫലമുണ്ട്. നമ്മൾ വായിച്ചിട്ടുണ്ട്. ആരാണ്? മണ്ഡൂക മഹർഷി. മണ്ഡൂക മഹർഷി ചെറുപ്പകാലത്ത് ഒരു തുമ്പിയെ പിടിച്ച് അതിനെ ഒരു നൂലുകൊണ്ട് കെട്ടി അതിന്റെ വാലിൽ ഒരു സൂചി കോർത്ത്, അല്ലെ, കളിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. കളിക്കുന്ന കാലത്ത് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചെയ്തതാണ്. പക്ഷെ അദ്ദേഹത്തിന് അതിന് ലഭിച്ചിട്ടുള്ള ശിക്ഷ എന്താണ്? അദ്ദേഹത്തിന് യമലോകത്തിൽ പോയ സമയത്ത് അദ്ദേഹത്തെ ഒരു ശൂലത്തിൽ തറച്ചു നിർത്താൻ വേണ്ടി യമരാജൻ കൽപ്പിച്ചു. അപ്പോൾ ചെറുപ്പത്തിൽ അറിയാതെ ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു തുമ്പിയെ സൂചിയിൽ കോർത്തതിന് അദ്ദേഹത്തിന് ഒരു ശൂലത്തിന്റെ മുകളിൽ അദ്ദേഹത്തിനെ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്തു. അപ്പോൾ എല്ലാ കർമ്മത്തിലും, ഭൗതിക ലോകത്തിൽ എല്ലാ കർമ്മത്തിനും കർമ്മഫലമുണ്ട്, കർമ്മഫലം അനുഭവിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ അർജുനനോട് ഭഗവാൻ എന്താണ് പറയുന്നത്? ഇത്രയും വലിയ ഘോരമായിട്ടുള്ള യുദ്ധം പോലും കർമ്മഫലം അനുഭവിക്കാതെ ചെയ്യാം എന്നാണ് പറയുന്നത്. വലിയ വലിയ കർമ്മം ചെയ്യാം, പക്ഷെ അതിന്റെ കർമ്മഫലം അനുഭവിക്കേണ്ട ആവശ്യമില്ല. അതെങ്ങനെയാണ്? അതിനുള്ള വഴിയാണ് ഭഗവാൻ ബുദ്ധിയോഗം ഉപദേശിക്കാം എന്ന് പറഞ്ഞത്. എനിക്ക് വേണ്ടിയല്ല കർമ്മം ചെയ്യുന്നത്, ഭഗവാന് വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ, പരമാത്മാവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് കർമ്മഫലം അനുഭവിക്കേണ്ട ആവശ്യമില്ല. കർമ്മബന്ധം ഹാസ്യസി. ആ ബുദ്ധിയോഗം അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കർമ്മബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. യേശാദേ അഭിഹിതാസാഖ്യേ ബുദ്ധിർയോഗേതി മാം ശൃണു ബുദ്ധ്യായുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. കർമ്മബന്ധങ്ങൾ അനുഭവിക്കാതെ കർമ്മം ചെയ്യാം, അതിന് ഞാൻ ബുദ്ധിയോഗം ഉപദേശിച്ചു തരാം. ആ ബുദ്ധിയോഗത്തിലൂടെ പ്രവർത്തിക്കുന്നതിലൂടെ എല്ലാവിധ കർമ്മബന്ധങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ ബുദ്ധിയോഗം ആണ് ഭഗവാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, ബുദ്ധിയോഗത്തിന്റെ ആമുഖമാണ് ഭഗവാൻ പറയുന്നത്. ബുദ്ധിയോഗത്തിൽ പ്രവർത്തിച്ചാൽ കർമ്മബന്ധം പ്രഹാസ്യസി. സാധാരണ ഒരു ചെറിയ കർമ്മം ചെയ്താലും അതിന്റെ കർമ്മഫലം അനുഭവിക്കണം. പക്ഷെ ബുദ്ധിയോഗത്തിലാണ് നമ്മൾ വലിയ വലിയ കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ പോലും അർജുനോട് പറയുന്നു, യുദ്ധം ചെയ്താൽ പോലും അതിന്റെ കർമ്മഫലം അനുഭവിക്കേണ്ട ആവശ്യമില്ല, അതിന്റെ പാപം നിനക്ക് അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപം അവാപ്സ്യസി. ഒരു യുദ്ധത്തിന്റെ പാപം പോലും നിനക്ക് അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ബുദ്ധിയോഗത്തിന്റെ പ്രത്യേകതയാണ്. ഇനി ബുദ്ധിയോഗത്തിനെ കുറിച്ച് ഭഗവാൻ അതിന്റെ സവിശേഷതകൾ പറഞ്ഞു കൊടുത്തു 40ാമത്തെ ശ്ലോകത്തിൽ. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയ. ഈ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൽ ഞാൻ തുടങ്ങി വെച്ചു, എനിക്ക് അതിലെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് ദോഷമുണ്ടാകുന്നു. അങ്ങനെയുള്ള ദോഷമൊന്നും ബുദ്ധിയോഗത്തിലില്ല. തുടങ്ങി വെച്ചത് കൊണ്ടുള്ള ദോഷമില്ല. നേഹാഭിക്രമനാശോസ്തി, അല്ലെ, ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ, ചടങ്ങുകളൊക്കെ തുടങ്ങി വെച്ചാൽ പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ ദോഷമാണ്. ഇനി അതല്ലെങ്കിൽ അത് ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്തില്ല, അതിൽ തെറ്റുകളൊക്കെ പറ്റി,
അപ്പോൾ അതിനും ദോഷമുണ്ട്. പക്ഷെ ഈ ബുദ്ധിയോഗത്തിന് അങ്ങനെയുള്ള ദോഷമൊന്നുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. നേഹാവിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ. അതിന്റെ ഫലം ഒരിക്കലും നശിച്ചു പോകുന്നില്ല, പ്രത്യവായമില്ല. അല്ല, ഏതെങ്കിലും സമയത്ത് അതിന്റെ ഫലം അവസാനിക്കുന്നില്ല. സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയ. അതിൽ കുറച്ചെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ വലിയ നേട്ടമാണുള്ളത്. നമ്മുടെ വലിയ ഭയം, ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉത്കണ്ഠ അതില്ലാതായിട്ട് മാറും. ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ അതില്ലാതായിട്ട് മാറും. ഈ ഭൗതിക ലോകത്തിലുള്ള താപത്രയങ്ങൾ നമ്മളെ ബാധിക്കാതെയാകും എന്ന് പറയാം. അപ്പോൾ ബുദ്ധിയോഗത്തിന്റെ സവിശേഷതകളൊക്കെയാണ്, അതിന്റെ പ്രാധാന്യമാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, അർജുനന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇനി ആ ബുദ്ധിയോഗത്തിൽ ഉറച്ച വ്യക്തിയെക്കുറിച്ച് ഭഗവാൻ പറയുന്നു. ഉദ്യോഗത്തിലേക്ക് വന്ന വ്യക്തിയെക്കുറിച്ചും ഉദ്യോഗത്തിലേക്ക് വരാൻ സാധിക്കാത്തവരെ കുറിച്ചുമാണ് ഈ ഭഗവാൻ പറയാൻ പോകുന്നത്. ആർക്കാണ് ഈ ഉദ്യോഗത്തിലേക്ക് വരാൻ സാധിക്കുന്നത്, ആരാണ് ഉദ്യോഗത്തിലേക്ക് പ്രവേശിക്കാത്തത്, അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അതിന്റെ യോഗ്യതയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ശ്ലോകം വായിച്ച സമയത്ത് ശീലപ്രഭാതരുടെ ഭാവാർത്ഥത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഭഗവാനെ ശരണം പ്രാപിച്ചവർക്കാണ് ഉദ്യോഗത്തിലേക്ക് വരാൻ സാധിക്കുന്നത്. ഭഗവാനെ പരമപുരുഷനായിട്ട് അംഗീകരിച്ച് ഭഗവാനെ ശരണം പ്രാപിച്ചവർക്ക് മാത്രമേ ബുദ്ധിയോഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. അർജുനൻ അത് നേരത്തെ തന്നെ ചെയ്തു, അല്ലെ? ഭഗവാനെ ശരണം പ്രാപിച്ചു. കർപ്പണ്യദോഷോ ഭഗത സ്വഭാവ പൃച്ഛാമിത്വാം ധർമ്മസമ്മൂഢ ചേതാണ് യത് ശ്രേയസ്യാ നിശ്ചിതം ദൂഹിതം മേ ശിഷ്യസ്തേഹം ശാഖിമാത്വാം പ്രപന്നം. ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അർജുനൻ ഭഗവാനെ ശരണം പ്രാപിച്ചു. അപ്പോൾ അത് അർജുനന്റെ ഒരു യോഗ്യതയാണ്. അർജുനൻ അതുകൊണ്ട് ബുദ്ധിയോഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യതയുണ്ട്. അർജുനൻ നേരത്തെ തന്നെ ഭക്തനാണ്. പക്ഷെ ആരാണോ ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് അവർക്കാണ് ആ ബുദ്ധിയോഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. ആ പ്രവേശിക്കുന്നവരെ കുറിച്ചും ബുദ്ധിയോഗത്തിലേക്ക് വരാത്തവരെ കുറിച്ചും ഭഗവാൻ പറയുന്നുണ്ട് അടുത്ത ശ്ലോകങ്ങളിൽ. നമ്മൾക്കത് നോക്കാം. 41-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാഹി അനന്താച്ച ബുദ്ധയോ അവ്യവസായ. രണ്ടു തരത്തിലുള്ള ആളുകളെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. വ്യവസായാത്മിക ബുദ്ധിയെ കുറിച്ചും പറയുന്നുണ്ട്, അവ്യവസായന ബുദ്ധയോ അവ്യവസായന. അപ്പം അതിൽ ഭഗവാൻ ആരൊക്കെ സംബന്ധിച്ചാണ് പറയുന്നത് എന്ന് നോക്കാം. വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിന് ശേഷം നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. 41-ാമത്തെ ശ്ലോകം വായിച്ചോളൂ. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാഹി അനന്താശ്ച ബുദ്ധയോ അവ്യവസായന. യെസ്, ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ. പ്രഭുജി വായിക്കട്ടെ. ഓക്കെ, ഗീതാ മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വ്യവസായാത്മിക ബുദ്ധിരേകേഹ കുരുനന്ദന ബഹുശാഖാഹ്യനന്ദാശ്ച ബുദ്ധയോ അവ്യവസായിനാം. വിവർത്തനം ഭാവാർത്ഥം ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ വഴിക്ക് പോകുന്നവർ നിശ്ചയദാർഢ്യമുള്ളവരാണ്. ലക്ഷ്യവും ഒന്നു മാത്രം. കുരുനന്ദന, ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധിയാകട്ടെ പല ശാഖകളോട് കൂടിയതാണ്. ഭാവാർത്ഥം: കൃഷ്ണാവബോധത്തിലൂടെ ജീവിത പരിപൂർണതയുടെ ഔന്നത്യത്തിലേക്ക് ഉയർത്തപ്പെടുമെന്ന ഒരാളുടെ ദൃഢമായ വിശ്വാസത്തെ വ്യവസായാത്മിക ബുദ്ധി എന്നു പറയുന്നു. ചൈതന്യ ചരിതാമൃതം മധ്യ 22.62 പറയുന്നു, ശ്രദ്ധാശബ്ദേ വിശ്വാസകഹേ സുദൃഢനിശ്ചയ കൃഷ്ണഭക്തി കൈലേ സർവകാമ കൃതഹയ. ശ്രേഷ്ഠമായ ഒന്നിൽ ഉറച്ച മനസ്സുണ്ടാവുക എന്നതാണ് വിശ്വാസപദത്തിന്റെ നിർവചനം. കൃഷ്ണാവബോധപരങ്ങളായ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കെ ലൗകിക നിയമാനുസൃതമായി കുലപരമ്പരയോടോ
മനുഷ്യ സമുദായത്തോടോ രാഷ്ട്രത്തോടോ ഉള്ള കടമകൾ ഒരാൾക്ക് നിറവേറ്റേണ്ടതില്ല. പൂർവജന്മങ്ങളിൽ ചെയ്ത നല്ലതോ ചീത്തയോ ആയ കർമ്മങ്ങളുടെ ഫലാനുഭവങ്ങളെ കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നു. കൃഷ്ണാവബോധം ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് സ്വകർമ്മങ്ങളുടെ ശുഭഫലങ്ങൾക്കായി ശ്രദ്ധിക്കേണ്ടതില്ല. കൃഷ്ണാവബോധത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാളുടെ എല്ലാ പ്രവൃത്തികളും നിരപേക്ഷ തലത്തിലാണ്. അവയ്ക്ക് നന്മ തിന്മകളെന്ന ഇരുഭാവങ്ങളില്ല. ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതികതാബോധത്തെ ത്യജിക്കുക എന്നതാണ് കൃഷ്ണാവബോധത്തിന്റെ പരിപൂർണത. കൃഷ്ണാവബോധത്തിൽ പുരോഗമിക്കുന്നതോടുകൂടി ഈ അവസ്ഥ തനിയെ കൈവന്നുകൊള്ളും. കൃഷ്ണാവബോധത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ദൃഢനിശ്ചയത്തോടെയുള്ള ലക്ഷ്യബോധം ജ്ഞാനത്തിൽ അധിഷ്ഠിതമാണ്. വാസുദേവ സർവമിതി സമാഹാത്മാ സുദുർലഭ. ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ എല്ലാം മൂലകാരണം ശ്രീകൃഷ്ണൻ അഥവാ വാസുദേവനാണ് എന്ന സത്യം കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തിക്ക് നന്നായി അറിയാം. അങ്ങനെയുള്ള ഒരു മഹാത്മാവ് അപൂർവമായി മാത്രമേ കാണപ്പെടാറുള്ളൂ. വൃക്ഷച്ചുവട്ടിൽ ഒഴിക്കുന്ന ജലം തനിയെ ശാഖകളിലേക്കും ഇലകളിലേക്കും വ്യാപിക്കുന്നത് പോലെ കൃഷ്ണാവബോധ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം, മനുഷ്യ സമുദായം എന്നുവേണ്ട ഏവർക്കും ഉത്തമമായ സേവനം അർപ്പിക്കുവാൻ സാധിക്കും. ഒരാളുടെ പ്രവർത്തനം കൊണ്ട് കൃഷ്ണൻ സംതൃപ്തനാണെങ്കിൽ എല്ലാവരും സന്തുഷ്ടരായിക്കൊള്ളും. കൃഷ്ണന്റെ ഉത്തമ പ്രതിനിധിയായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ വിദഗ്ധമായ ശിക്ഷണത്തിലൂടെ മാത്രമേ ശിഷ്യന് കൃഷ്ണാവബോധ സേവനം ഭംഗിയായി അനുഷ്ഠിക്കാൻ കഴിയൂ. ശിഷ്യന്റെ സ്വഭാവ രീതികൾ ശരിക്കും മനസ്സിലാക്കിയ അത്തരത്തിലുള്ള ആചാര്യൻ ശിഷ്യന് കൃഷ്ണാവബോധ തലത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. കൃഷ്ണാവബോധത്തിൽ നൈപുണ്യം സിദ്ധിക്കണമെങ്കിൽ ഒരാൾ നിശ്ചയദാർഢ്യത്തോടെ കൃഷ്ണ പ്രതിനിധിയായ ഗുരുവിനെ അനുസരിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ ജീവിത ദൗത്യമായി ശിരസാ വഹിക്കുകയും ചെയ്യണം. ആത്മീയ ഗുരുവിനെ കുറിച്ചുള്ള തന്റെ പ്രശസ്ത ഗീതങ്ങളിൽ ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഇങ്ങനെ ഉപദേശിക്കുന്നു: യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ അപ്രസാദാത് ന ഗതി കുതോപി ധ്യായം സ്തു വംസ്തസ്യ യശസ്ത്രിസന്ധ്യം വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. ഗുരുവിന്റെ പ്രസാദത്താൽ ഭഗവാൻ പ്രസാദിക്കുന്നു. ഗുരുപ്രസാദമില്ലാത്ത പക്ഷം കൃഷ്ണാവബോധ തലത്തിലേക്ക് പ്രവേശിക്കുവാൻ യാതൊരു മാർഗവുമില്ല തന്നെ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കരുണയ്ക്കായിക്കൊണ്ട് 3 നേരം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും പാതാരവിന്ദങ്ങളിൽ പ്രണമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ പ്രക്രിയ മുഴുവൻ ശരീരഭാവനയ്ക്ക് അതീതമായ ആത്മാവിനെ കുറിച്ചുള്ള പൂർണ്ണബോധത്തെ ആശ്രയിച്ചിരിക്കുന്നു, സൈദ്ധാന്തികമായല്ല, പ്രായോഗികമായി തന്നെ. അപ്പോൾ കാമ്യകർമ്മങ്ങളിലുള്ള ഇന്ദ്രിയ സംതൃപ്തിക്കുള്ള പ്രശ്നമേ ഉദ്ഭവിക്കുന്നില്ല. തികച്ചും മനസ്സുറപ്പില്ലാത്ത ഒരാൾ പലവിധം കാമ്യകർമ്മങ്ങളാൽ വഴിതെറ്റിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ഗീതമാതാജി. ഹരേ കൃഷ്ണ. യെസ്, ഇവിടെ ഭഗവാൻ 2 തരം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ശ്ലോകത്തിൽ 41-ാമത്തെ ശ്ലോകത്തിൽ വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാഹി അനന്താശ്ച ബുദ്ധയോ അവ്യവസായിന. ഒരു കൂട്ടരെന്ന് പറയുന്നത് വ്യവസായാത്മിക ബുദ്ധിയാണ്. വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം ഉറച്ച ബുദ്ധി, അതാണ് വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയും. ഭഗവാൻ ശ്രീകൃഷ്ണനിൽ പൂർണ്ണമായിട്ടും വിശ്വാസം വന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് പരമപുരുഷൻ. ഭഗവാനാണ് സർവലോക മഹേശ്വരൻ. ഭഗവാൻ എല്ലാവരുടെയും സുഹൃത്താണ്. ഭഗവാൻ എന്നെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കാൻ സാധിക്കും. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നതെല്ലാം സത്യമാണ്. ഇങ്ങനെ ഉറച്ച വിശ്വാസം വന്ന വ്യക്തി, ആ വ്യക്തിയാണ് വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത്. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന. അവർക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അവർക്ക് ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളില്ല. അവരുടെ ലക്ഷ്യം എന്താണ്? ഭഗവാനെ പ്രീതിപ്പെടുത്തുക, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അവർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ ലളിതമാണ്. അവർക്ക് സംശയങ്ങളില്ല, അവർക്ക് കൺഫ്യൂഷൻ ഇല്ല. അവരുടെ ബുദ്ധി നേരത്തെ തന്നെ ഉറച്ചതാണ്. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന.
ബഹുശാഖാഹി അനന്താശ ബുദ്ധയോ അവ്യവസായ. എന്നാൽ ഭഗവാനിൽ പൂർണ്ണമായിട്ടും വിശ്വാസം കുറയ്ക്കാത്തവരുടെ ബുദ്ധി എങ്ങനെയുള്ളതാണ്? ബഹുശാഖ. അവർക്ക് കൃത്യമായിട്ട് ജീവിതത്തിന്റെ ലക്ഷ്യം, ഉദ്ദേശം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അവരുടെ മനസ്സ് ചഞ്ചലമാണ്. അതുകൊണ്ട് അവർ ഓരോ സമയത്തും പ്രവർത്തിക്കുന്നത് ഓരോ മാതിരിയായിരിക്കും, ഓരോ സമയത്തും പറയുന്നത് ഓരോ മാതിരിയായിരിക്കും. കൃഷ്ണാബോധത്തിൽ ഉറച്ച വ്യക്തി 5 വർഷം മുന്നേ പറഞ്ഞതും 10 വർഷം മുന്നേ പറയുന്നതും ഒരേ കാര്യം തന്നെയായിരിക്കും, അല്ലെ? അതിൽ മാറ്റം ഉണ്ടാവുന്നില്ല. ഒരേ കാര്യം തന്നെയാണ് ആ വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുക. ഭഗവാനെ ശരണം പ്രാപിക്കുക, ഭഗവാനെ സേവിക്കുക, ഇത് തന്നെയാണ് എല്ലാ സമയത്തും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ മറ്റുള്ളവർക്ക്, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാത്തവർക്ക് ഒരുപാട് വിഷയങ്ങളുണ്ടാവും. അവർക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം അറിയാത്തത് കൊണ്ട്, അവർക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ഒരുപാട് വിഷയങ്ങൾ അവർ സംസാരിച്ചുകൊണ്ട്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഭൂരിണി ഭൂരികർമാണി ശ്രോതധ്യാനി വിഭാഗശ. അങ്ങനെയുള്ളവർക്ക് കേൾക്കാനും പറയാനും എത്ര വിഷയമുണ്ട്? ഒരുപാട് വിഷയങ്ങൾ, ഒടാനുകൂടി വിഷയങ്ങളുണ്ടല്ലോ, അല്ലെ? അതൊക്കെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അവർ ജീവിതത്തിൽ പുരോഗമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പുരോഗതി എന്താണെന്ന് അറിയില്ല. ഇവിടെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭാതർ പറയുന്നു, ഈ വ്യവസായാത്മിക ബുദ്ധിയെ കുറിച്ച് പറയുന്നു. എന്തിൽ ഉറച്ച ബുദ്ധിയാണ് ഭഗവാൻ പറയുന്നത് എന്ന് ശ്രീല പ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് വിശ്വാസം? ആ വിശ്വാസത്തിന്റെ നിർവചനം ഇവിടെ ശ്രീല പ്രഭാതർ പറയുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ പറയും, എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്, എനിക്ക് ഭഗവാനിൽ വിശ്വാസമാണ് എന്ന് പറയും. ആ വിശ്വാസത്തിന്റെ നിർവചനം എന്താണെന്ന് ഇവിടെ ചൈതന്യ ചരിതാമൃതത്തിൽ നിന്ന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുള്ള കാര്യം ശ്രീല പ്രഭാതര എടുത്തു പറയുന്നുണ്ട്. എന്താണ്? ശ്രദ്ധാശബ്ദേ വിശ്വാസകഹേ സുദൃഢ നിശ്ചയ കൃഷ്ണഭക്തി കൈലേ സർവകർമ്മ കൃതഹയ. അതാണ് ശ്രദ്ധ അല്ലെങ്കിൽ വിശ്വാസം എന്നുള്ള വാക്കിന് ചൈതന്യ മഹാപ്രഭു കൊടുക്കുന്ന നിർവചനം. ശ്രദ്ധാശബ്ദേ വിശ്വാസകഹേ. ശ്രദ്ധാശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ ശ്രദ്ധ എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്, അല്ലെ? ഇത് ബംഗാളി ലാംഗ്വേജ് ആണ്, മലയാളം പോലെ തന്നെയാണ്. ശ്രദ്ധാശബ്ദേ വിശ്വാസകഹേ. ശ്രദ്ധ എന്ന സംസ്കൃതത്തിൽ പറയുന്നത് എന്താണ്? വിശ്വാസമാണ്. എങ്ങനെയുള്ള വിശ്വാസം? സുദൃഢ നിശ്ചയ. ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടു. എന്താണ് ബോധ്യപ്പെട്ടത്? കൃഷ്ണഭക്തി കൈലേ. കൃഷ്ണഭക്തി ഞാൻ ചെയ്തു കഴിഞ്ഞാൽ, കൃഷ്ണഭക്തി കൈലേ സർവകർമ്മ കൃതഹയ. എന്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിച്ചു, എന്റെ എല്ലാ കടമകളും പൂർത്തീകരിക്കപ്പെട്ടു. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് കൃഷ്ണഭക്തിയിലൂടെ തന്നെ നേടാൻ സാധിക്കും, വേറെ പലതും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിനെയാണ് ശ്രദ്ധ അല്ലെങ്കിൽ വിശ്വാസം എന്ന് ചൈതന്യ മഹാപ്രഭു പറയും. കൃഷ്ണഭക്തി ചെയ്താൽ മതി, എന്റെ ജീവിതം സഫലമായി. എനിക്ക് കൃഷ്ണനെ ലഭിച്ചാൽ മതി, അതാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. അതിനേക്കാൾ ഉപരിയായിട്ട് ഒന്നുമില്ല, അല്ലെ? അതിനേക്കാൾ ഉപരിയായിട്ട് ഒന്നുമില്ല. മത്ത പരതരം നാണ്യത് കിഞ്ചിതസ്തി ധനഞ്ജയ. ഭഗവാൻ തന്നെ പറയുന്നു, എന്നേക്കാൾ ഉപരിയായിട്ട് ഒന്നുമില്ല. ആ ഏറ്റവും വലിയ ഭഗവാനെ കിട്ടിയാൽ പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ടൊന്നുമില്ല. അപ്പൊ കൃഷ്ണഭക്തി കിട്ടിയാൽ അത് ഏറ്റവും വലിയ നേട്ടമായി എന്ന് വിചാരിക്കുന്നതാണ് ശ്രദ്ധ, അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസം ലഭിച്ച വ്യക്തിയെയാണ് ഭഗവാൻ ഇവിടെ എന്തെന്ന് വിളിച്ചിട്ടുള്ളത്? വ്യവസായാത്മിക ബുദ്ധി എന്ന് വിളിച്ചിട്ടുള്ളത്. ഭഗവാനെ കുറിച്ച് മനസ്സിലായി, ഭഗവാനിൽ വിശ്വാസം വന്നിട്ടുള്ള, ഉറച്ച വിശ്വാസം വന്നിട്ടുള്ള വ്യക്തിയാണ് ഭഗവാൻ വ്യവസായാത്മിക ബുദ്ധി എന്ന് വിളിച്ചിട്ടുള്ളത്. അത് വിശ്വാസത്തിന്റെ നിർവചനമാണ് ശ്രീല പ്രഭാതർ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു വ്യക്തിക്ക് വിശ്വാസം വന്ന് കൃഷ്ണസേവനം തന്നെ അദ്ദേഹം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം എല്ലാവിധ കടമകളും നിറവേറ്റിയതായിട്ട് കണക്കാക്കണമെന്ന് പറയും. അദ്ദേഹത്തിന് കുലപരമ്പരയോടോ മനുഷ്യ സമുദായത്തോടോ രാഷ്ട്രത്തോടോ ഒന്നും വേറെ കടമകളൊന്നുമില്ല. കാരണം അതിനേക്കാൾ വലിയ കടമയാണ് അദ്ദേഹം ഇവിടെ കൃഷ്ണഭക്തിയിലൂടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് എന്നൊക്കെ ശ്രീല പ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് ആ കൃഷ്ണഭക്തിയിൽ ചെയ്യുന്ന
കർമ്മത്തിന്റെ പ്രത്യേകതകളും ഇവിടെ പറയുന്നത്. ബുദ്ധിയോഗത്തിലുള്ള പ്രവൃത്തികളാണ്. ഭഗവാൻ ബുദ്ധിയോഗം എന്നാണ് പറയുന്നത്. ശീലപ്രഭാതര കൃഷ്ണാബോധം എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. ഭഗവാൻ ബുദ്ധിയോഗം എന്ന് പറയുന്നതും ശീലപ്രഭാതര കൃഷ്ണാബോധം എന്ന് വിശദീകരിക്കുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. പൂർവജന്മങ്ങളിൽ ചെയ്ത നല്ലതോ ചീത്തയോ ആയ കർമ്മങ്ങളുടെ ഫലാനുഭവങ്ങളെ കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നു. കൃഷ്ണാബോധം ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് സ്വകർമ്മങ്ങളുടെ ശുഭാശുഭ ഫലങ്ങൾക്കായി ശ്രമിക്കേണ്ടതില്ല. കൃഷ്ണാബോധത്തിൽ ചെയ്യുന്ന ഒരാളുടെ എല്ലാ പ്രവൃത്തികളും നിരപേക്ഷ തലത്തിലാണ്. അപ്പൊ ഈ കൃഷ്ണഭക്തി, കൃഷ്ണാബോധം അല്ലെങ്കിൽ ബുദ്ധിയോഗം, ഭഗവാന്റെ ഭക്തി സേവനം, ആ പ്രവർത്തനങ്ങൾ, അതിലുണ്ടാകുന്ന പ്രവർത്തനങ്ങളൊന്നും സാധാരണ പ്രവർത്തനങ്ങളല്ല എന്നാണ് പറയുന്നത്. ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങളല്ല. അത് പുണ്യമോ പാപമോ അല്ല. അല്ലെ, നമ്മൾക്ക് സാധാരണ എന്താണ് പരിചയം? ഒന്നുകിൽ പുണ്യപ്രവൃത്തി, നമ്മൾ പുണ്യപ്രവൃത്തികൾ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് പാപപ്രവൃത്തി, അത് പാപപ്രവൃത്തിയാണ്, അത് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഈ ഭക്തി, കൃഷ്ണഭക്തി, കൃഷ്ണാബോധത്തിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ബുദ്ധിയോഗം എന്ന് പറയുന്നത് ഭൗതിക പ്രവർത്തനമല്ലാത്തത് കൊണ്ട്, ഭൗതിക ലോകത്തിലുള്ള പ്രവർത്തനമല്ലാത്തത് കൊണ്ട് അത് എന്തല്ല, അത് പുണ്യമോ പാപമോ അല്ല. അതിനെ നമ്മൾക്ക് പുണ്യം എന്നുള്ള ഒരു വിഭാഗത്തിലോ പാപം എന്നുള്ള വിഭാഗത്തിലോ ചേർക്കാൻ കഴിയില്ല. അല്ലെ, കാണുമ്പോൾ നമ്മൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ അത് പുണ്യവുമല്ല പാപവുമല്ല എന്നാണ് പറയുന്നത്. പുണ്യപ്രവൃത്തിയുമല്ല പാപപ്രവൃത്തിയുമല്ല. പിന്നെ അതെന്താണ്? കൃഷ്ണാബോധത്തിലുള്ള എല്ലാ പ്രവൃത്തികളും നിരപേക്ഷ തലത്തിലുള്ളതാണ്. നിരപേക്ഷ തലത്തിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ലോകത്തിലുള്ള പ്രവൃത്തിയല്ല, അത് പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടുള്ള പ്രവർത്തനമാണ്. ആത്മാവിന്റെ പ്രവർത്തനമാണ് കൃഷ്ണാബോധ പ്രവർത്തനം എന്നാണ് പറയുന്നത്. ശാരീരിക നിലവാരത്തിലുള്ള പ്രവർത്തനമല്ല കൃഷ്ണാബോധ പ്രവർത്തനം. അത് പൂർണ്ണമായിട്ടും ആത്മീയ നിലവാരത്തിലുള്ള പ്രവർത്തനമാണ് എന്നാണ് പറയുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്താണ്? ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതികതാ ബോധത്തെ ത്യജിക്കുക എന്നതാണ് കൃഷ്ണാബോധത്തിന്റെ പരിപൂർണത. ആ കൃഷ്ണാബോധത്തിൽ മുന്നേറുന്ന സമയത്ത് നമ്മൾക്ക് ജീവിതത്തിനെ കുറിച്ചുള്ള സങ്കല്പം, ജീവിതത്തിനെ കുറിച്ചുള്ള ആ ബോധം, അത് മാറുമെന്നാണ് പറയുന്നത്. ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതികതാ ബോധത്തെ ത്യജിക്കുക എന്നാണ് കൃഷ്ണാബോധത്തിന്റെ പരിപൂർണത എന്ന് ശ്രീലപ്രഭാതർ പറയും. ഇപ്പൊ സാധാരണഗതിയിൽ എല്ലാവരും ഏത് ബോധത്തിലാണ്? ഭൗതിക ബോധത്തിലാണ്. അല്ലെ, എന്താണ് ഭൗതിക ബോധം എന്ന് പറയുന്നത്? ഞാൻ, അല്ലെ, ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം, ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ സ്വത്ത്, എൻ്റെ നാട്ടുകാർ, എൻ്റെ പരിചയക്കാർ, എൻ്റെ നാട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ബോധമാണ് ഭൗതികതാ ബോധം എന്ന് പറയുന്നത്. എല്ലാം എന്റേതാണ്. ഭൗതികതാ ബോധത്തിൽ എല്ലാം ആരുടേതാണ്? എല്ലാം എന്റേതാണ്. ഈ ശരീരം എന്റേതാണ്, അതേപോലെ എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ സ്വത്ത്, എൻ്റെ നാട്ടുകാര്, എൻ്റെ പരിചയക്കാർ, എൻ്റെ ശത്രുക്കള്, എൻ്റെ മിത്രങ്ങൾ, ഇതെല്ലാം ഞാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇതെല്ലാം എന്റേതാണ് എന്നുള്ളതാണ് ഭൗതികതാ ബോധം. അത് ഒരു ഇടുങ്ങിയ ബോധമാണ്. അല്ലെ, അതിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾക്ക് സമാധാനം ഉണ്ടാവില്ല. കാരണം അത് സത്യമല്ല എന്നുള്ളതാണ്. അല്ലെ, യഥാർത്ഥത്തിൽ ഇത് നമ്മുടേതല്ല എന്നുള്ളതാണ് സത്യം. ആത്മീയ ബോധത്തിലേക്ക് അല്ലെങ്കിൽ കൃഷ്ണാബോധത്തിലേക്ക് വരുമ്പോൾ എന്ത് മാറും? ഞാൻ എന്ന് പറയുന്നത് ഭഗവാന്റേതാണെന്ന് മനസ്സിലാവും. അല്ലെ, ഞാൻ ഭഗവാന്റേതാണ്, അതേപോലെ എല്ലാവരും ഭഗവാന്റേതാണ്, എല്ലാവരും ഭഗവാന്റെ മക്കളാണ്, എല്ലാവരും ഭഗവാന്റെ അംശമാണ് എന്ന് മനസ്സിലാവും. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ ഭഗവാന്റേതാണെന്ന് മനസ്സിലാവും. അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്ന ഭൂമി ആയാലും, നമ്മൾ ഉപയോഗിക്കുന്ന ജലമായാലും, വായു ആയാലും, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ശക്തികളും, നമ്മൾ ദിവസവും ഭഗവാന്റെ ഒരുപാട് ശക്തികൾ ഉപയോഗിക്കുന്നുണ്ട്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഭൗതികതാ ബോധത്തിൽ നമ്മൾ ഇതെല്ലാം നമ്മുടേതാണെന്നാണ് വിചാരിക്കുന്നത്. എന്റേതാണെന്ന് വിചാരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല, അതെല്ലാം ഭഗവാന്റേതാണ് എന്നുള്ള ബോധത്തിലേക്ക് വരും, യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരും എന്നുള്ളതാണ്. ഭൗതികതാ ബോധത്തിൽ നിന്നും യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരും എന്ന് വരും.
എന്നുള്ളതാണ്. കൃഷ്ണബോധത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ദൃഢനിശ്ചയത്തോടെയുള്ള ലക്ഷ്യബോധം ജ്ഞാനത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ ഇവിടെ ആളുകൾ ചോദിക്കാം, അപ്പൊ ഇതെല്ലാം ഒരു വിശ്വാസത്തിനെ അടിസ്ഥാനമാക്കി നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കേണ്ടതാണോ? അന്ധമായിട്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണോ? എല്ലാം കൃഷ്ണന്റേതാണെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ അങ്ങനെ അന്ധമായിട്ട് വിശ്വസിക്കേണ്ടതാണോ? അപ്പൊ ശീലപ്രഭാതർ പറയുന്നത് ഒരിക്കലുമല്ല. ഈ കൃഷ്ണബോധം പൂർണ്ണമായിട്ടും ജ്ഞാനത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഒറ്റയടിക്ക് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുന്നതല്ല, ഒരു സുപ്രഭാതത്തിൽ മനസ്സിലാക്കുന്നതല്ല എന്നുള്ളതാണ്. കൃഷ്ണബോധത്തിൽ മുഴുകിയിരിക്കുന്ന വാസുദേവ സർവമിതി മഹാത്മാ സുദുർലഭ. ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ എല്ലാം മൂലകാരണം ശ്രീകൃഷ്ണൻ അഥവാ വാസുദേവനാണെന്ന സത്യം കൃഷ്ണബോധമുള്ള ഒരു വ്യക്തിക്ക് നന്നായി അറിയാം. കൃഷ്ണബോധത്തിൽ പുരോഗമിക്കുന്നതോടുകൂടി ഈ അവസ്ഥ തനിയെ കൈവന്നുകൊള്ളും എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു അവസ്ഥ കൃത്രിമമായിട്ടുള്ളതല്ല. ഞാൻ കൃത്രിമമായിട്ട് ചിന്തിക്കുകയല്ല, എല്ലാം ഭഗവാന്റേതാണ്. അങ്ങനെ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലെ? കൃത്രിമമായിട്ട് ചിന്തിച്ച് നമ്മൾക്ക് എത്ര ദിവസം മുന്നോട്ട് പോകാൻ സാധിക്കും? ഒരു ദിവസം, 2 ദിവസം, എത്ര ദിവസം നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? കൃത്രിമമായിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ജ്ഞാനത്തിന്റെയും കൃത്യമായിട്ടുള്ള ബോധത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ കൃഷ്ണബോധത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതെങ്ങനെ സംഭവിക്കും? ഈ ജ്ഞാനം എങ്ങനെ കിട്ടും? കൃഷ്ണബോധത്തിൽ നമ്മൾ പുരോഗമിക്കുന്തോറും, നമ്മൾ സേവനം ചെയ്യുന്തോറും നമ്മൾക്ക് ആ അവസ്ഥ സ്വാഭാവികമായിട്ടും വന്നുകൊള്ളും എന്നാണ് ഇവിടെ ശീലപ്രഭാതർ വിശദീകരിക്കും. ആ ജ്ഞാനം നമ്മൾക്കുണ്ടാകും. ഭഗവാൻ സേവനം ചെയ്യുന്തോറും, ഭഗവാനെ കുറിച്ച് കേൾക്കുന്തോറും, ഭഗവാന്റെ നാമം ജപിക്കുന്തോറും നമ്മൾക്ക് ആ ജ്ഞാനം സ്വാഭാവികമായിട്ടും വന്നുകൊള്ളും എന്നാണ് ഇവിടെ പറയുന്നത്. വാസുദേവ സർവവിധി സമഹാത്മാ സുദുർലഭ. ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ എല്ലാം മൂലകാരണം ശ്രീകൃഷ്ണൻ അഥവാ വാസുദേവനാണെന്ന് എന്ന സത്യം കൃഷ്ണബോധമുള്ള വ്യക്തിക്ക് നന്നായി അറിയാം. അപ്പൊ കൃഷ്ണബോധമുള്ള വ്യക്തിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് എന്താണ്? അല്ലെങ്കിൽ ബോധ്യപ്പെടേണ്ടത് എന്താണ്? അതിവിടെ ശിലപ്രഭാതർ പറയുന്നു, ഭഗവാൻ വാസുദേവനാണ് എല്ലാം. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഈ മുഴുവൻ പ്രപഞ്ചത്തിന്റെയും മൂലകാരണം എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് കൃഷ്ണബോധമുള്ള വ്യക്തി എന്ന് പറയുന്നത് അല്ലെ? അത് എങ്ങനെ കിട്ടുമെന്നാണ് പറയുന്നത്? ആ ബോധ്യപ്പെടൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കൃഷ്ണബോധത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അത് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കൃഷ്ണബോധത്തിൽ പ്രവർത്തിക്കുന്തോറും ഈ കാര്യം സത്യമാണ്, ഭഗവാൻ തന്നെയാണ് എല്ലാം എന്നൊരു വ്യക്തിക്ക് ക്രമേണ ബോധ്യപ്പെടുമെന്നാണ് പറയുന്നത്. ഒറ്റയടിക്ക് ബോധ്യപ്പെടുമെന്ന് പറയുന്നില്ല, ക്രമേണ ബോധ്യപ്പെടും. അത് എല്ലാവർക്കും ബോധ്യപ്പെടുന്നുമില്ല എന്ന് പറയുന്നു. ആരൊക്കെയാണോ ഭഗവാന്റെ സേവനം ചെയ്യുന്നത് അവർക്കാണ് ഈ ഒരു ബോധ്യപ്പെടൽ ഉണ്ടാവുന്നത്. അത് ഭഗവാൻ തന്നെ കൊടുക്കുന്നതാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ 10ാമത്തെ അധ്യായത്തിൽ 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഉദ്യോഗത്തിനെ കുറിച്ച് പറയുന്നു. യേശാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിത. ആരൊക്കെയാണോ ഭഗവാനെ സേവിക്കുന്നത്, പ്രീതിപൂർവം സേവിക്കുന്നത്, സന്തോഷത്തോടു കൂടി സേവിക്കുന്നത്, അവർക്ക് ഭഗവാനെ കുറിച്ചുള്ള അറിവ് ഭഗവാൻ തന്നെ കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പോഴവർക്ക് ബോധ്യപ്പെടുന്നതാണ്. ഇത് അന്ധമായിട്ട് വിശ്വസിക്കുന്നതല്ല, അത് അവർക്ക് ബോധ്യപ്പെടുന്നതാണ് എന്ന് പറയും. അങ്ങനെ ബോധ്യപ്പെടുന്ന ആളുകൾ വളരെ കുറവാണ് എന്നാണ് ഇവിടെ ശീലപ്രഭാതർ പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള സത്യം ബോധ്യപ്പെടുന്ന ആളുകൾ വളരെ കുറവാണ് എന്നും ശീലപ്രഭാതർ പറയുന്നുണ്ട്. ശീലപ്രഭാതർ അങ്ങനെയുള്ള ഒരു ശുദ്ധഭക്തനാണ്. അദ്ദേഹത്തിന്റെ ബോധ്യപ്പെടലാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ നമ്മൾക്ക് തന്നിട്ടുള്ളത്. ശീലപ്രഭാതരെ പിന്തുടരുന്നവർക്കും ഈ ഒരു ബോധ്യപ്പെടൽ ഉണ്ടാവും. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ എന്നവർക്ക് ബോധ്യപ്പെടും എന്നാണ് പറയുന്നത്. കൃഷ്ണന്റെ ഉത്തമ പ്രതിനിധിയായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ വിദഗ്ധമായ ശിക്ഷണത്തിലൂടെ മാത്രമേ ശിഷ്യന് കൃഷ്ണബോധ സേവനം ഭംഗിയായി അനുഷ്ഠിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ജ്ഞാനമെല്ലാം വരണമെങ്കിൽ, കൃഷ്ണബോധത്തിൽ നമ്മൾക്ക് പുരോഗമിക്കണമെങ്കിൽ, ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിൽ
ഒരു ഗുരുവിന്റെ സഹായം ആവശ്യമാണ് എന്നാണ് പറയുന്നത്. കൃഷ്ണാബോധമുള്ള ഒരു ഗുരുവിന്റെ സഹായത്തോടു കൂടി മാത്രമേ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കുള്ളൂ. അല്ലെ, ഇപ്പോൾ ഇന്ന് നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് ഇത്രത്തോളമെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രീലപ്രപാദര് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആത്മീയ ഗുരുവിന്റെ സഹായത്തോടു കൂടി മാത്രമേ നമ്മൾക്ക് കൃഷ്ണാബോധത്തിൽ പുരോഗമിക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ ബുദ്ധിയോഗത്തിൽ പുരോഗമിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ കൃഷ്ണാബോധത്തിൽ ഗുരുവിന്റെ പ്രാധാന്യവും ശ്രീലപ്രപാദർ ഇവിടെ എടുത്തു പറയുന്നത്. യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ പ്രസാദോ നഗതി കുതോപി ധ്യായം സ്തുവന്യ യശസ്ത്രിസന്ധ്യം വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. ഗുരുവിന്റെ പ്രസാദം കൊണ്ട് മാത്രമാണ് ഭഗവാന്റെ പ്രസാദം ഉണ്ടാകും. അതാണ് കൃഷ്ണാബോധത്തിന്റെ ശാസ്ത്രം അല്ലെങ്കിൽ തത്വശാസ്ത്രം. നമ്മൾ നേരിട്ട് ഭഗവാന്റെ ഭക്തന്മാരാണെന്ന് ആരും പറയുന്നില്ല. ഭഗവാന്റെ ഭക്തന്മാരുടെ സേവനം ചെയ്യുന്നവരാണ് എന്നുള്ളതാണ് യഥാർത്ഥ ഭക്തന്റെ നിലവാരം. അങ്ങനെയാണ് അവർ പറയുന്നത്, അല്ലെ? അല്ലാതെ ഞാൻ നേരിട്ട് ഭക്തനാണ്, ഞാൻ ഗുരുവായൂരപ്പന്റെ നേരിട്ടുള്ള ഭക്തനാണ്, അല്ലെ, ഞാനും ഗുരുവായൂരപ്പനും ചങ്ങാതിമാരാണ്, അങ്ങനെയൊന്നും ഒരിക്കലും ഒരു യഥാർത്ഥ ഭക്തൻ പറയുന്നില്ല. ആ ഭഗവാന്റെ പ്രതിനിധിയുടെ ഒരു സേവകനാണ്, അല്ലെങ്കിൽ സേവനം ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് എന്ന് മാത്രമേ യഥാർത്ഥത്തിലുള്ള ഒരു ഭക്തൻ പറയുന്നത്. അപ്പോൾ ആ ഗുരുവിന് അത്രയും പ്രാധാന്യമുണ്ട്. ഗുരുവിന്റെ സേവനമാണ് യഥാർത്ഥത്തിൽ ഭക്തന്മാർ ചെയ്യുന്നത്, അല്ലാതെ നേരിട്ട് ഭഗവാന്റെ സേവനമല്ല. കാരണം നേരിട്ട് ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല ഭഗവാൻ ഇന്ന സേവനമാണ് ചെയ്യേണ്ടത്. ഗുരു പരമ്പരയിലൂടെ മാത്രമേ നമ്മൾക്ക് ഭഗവാൻ എന്താണ് ആവശ്യം എന്നറിയാൻ സാധിക്കണം. അപ്പൊ കൃഷ്ണാബോധത്തിൽ ആ ഗുരുവിന്റെ സാന്നിധ്യം, ഗുരുവിന്റെ പ്രസാദം കൊണ്ട് മാത്രമേ നമ്മൾക്ക് ഭഗവാനെ പ്രസാദിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം ശ്രീലപ്രപാദർ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശ്ലോകത്തിൽ വ്യവസായാത്മിക ബുദ്ധിയെ കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് വ്യവസായാത്മിക ബുദ്ധി, എന്താണ് വ്യവസായാത്മിക ബുദ്ധിയിലുള്ള പ്രവർത്തനം, അതിന്റെ പ്രത്യേകത എന്താണ്, അതിന് ഒരു ഗുരുവിന്റെ സഹായം ആവശ്യമാണ് എന്നാണ് ഈ ഭാവാർത്ഥത്തിൽ ശ്രീലപ്രപാദർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഇതൊരു പുതിയ വിഷയമായതുകൊണ്ട് ബുദ്ധിയോഗം അതിനെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അടുത്ത ശ്ലോകത്തിൽ ഈ വ്യവസായാത്മിക ബുദ്ധിയിലേക്ക് വരാത്ത ആളുകളെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ഈ ശ്ലോകത്തിൽ വ്യവസായാത്മിക ബുദ്ധിയെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്ത ശ്ലോകത്തിൽ ആ ഭഗവാനിൽ വിശ്വാസമില്ലാത്തവരെ കുറിച്ചാണ് പറയുന്നത്. അതാണ് അധികം പേര്. ആ ഭൗതിക ലോകത്തില് 99% ആളുകൾ ഭഗവാന്റെ വിശ്വാസത്തിലേക്ക് വരാത്ത ആളുകളാണ്, മായയിൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കും. അവരെ കുറിച്ചാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിപ്പോ ഡിസ്കസ് ചെയ്യാം. 41ാമത്തെ ശ്ലോകത്തിൽ വ്യവസായാത്മിക ബുദ്ധിയെ കുറിച്ച് ഭഗവാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമസ്തേ ഗുരുജി. ആയിരുന്നു ആ വ്യവസായാത്മിക ബുദ്ധിയെ കുറിച്ച് വളരെയധികം വിശദമായിട്ട് കേട്ടു. വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ധരിച്ചിരുന്നത് പോലല്ല അതേക്കുറിച്ച് ഇപ്പൊ കേട്ടപ്പോ. നേരത്തെ എന്തായിരുന്നു പ്രഭുജി വിചാരിച്ചിരുന്നത്? അതെ, മറ്റെന്തോ ഒരു ബുദ്ധി എന്നുള്ള ധാരണയായിരുന്നു അത് വായിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ തോന്നിയിരുന്നത്. എന്തുവാണെന്ന് നമുക്ക് അന്നേരം ഒന്നും മനസ്സിലായില്ലല്ലോ. ഇപ്പോഴല്ലേ അതിന്റെ ആ ഒരു ഇപ്പൊ പ്രഭുവിന് എന്താണ് മാറ്റം മനസ്സിലായത്? ഇപ്പം മനസ്സിലാക്കിയത് പ്രധാനമായിട്ട് നമുക്ക് ഈ ഭഗവാനോട് ഏറ്റവും കൂടുതൽ സ്നേഹവും കൃഷ്ണാവബോധവും ഒക്കെ ഉണ്ടാകുന്ന മനുഷ്യരിൽ ഈശ്വരകൃപയ്ക്ക് പാത്രീകരിക്കുന്നവരാണ് ഈ വ്യവസായാത്മിക ബുദ്ധിയിൽ വരുന്നതെന്ന് മനസ്സിലായി. വളരെ കറക്റ്റാണ്.
അല്ലെ വ്യവസായാത്മിക ബുദ്ധി. ഭഗവാൻ ശ്രീകൃഷ്ണനിൽ പൂർണ്ണ വിശ്വാസം ഉറച്ച വ്യക്തിയാണ് വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത്. ചൈതന്യ മഹാപ്രഭു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധാ ശബ്ദേ വിശ്വാസകഹേ സുദൃഢ നിശ്ചയ കൃഷ്ണഭക്തി കൈലേ സർവകർമ്മ കൃതഹയ. കൃഷ്ണഭക്തി ചെയ്താൽ, അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലെ, കൃഷ്ണഭക്തി ചെയ്താൽ എൻ്റെ ജീവിതം സഫലമായി എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് വ്യവസായാത്മിക ബുദ്ധി അല്ലെ. അതുകൊണ്ട് അവർ ഓടി നടന്ന് എല്ലാം ചെയ്യുന്നില്ല. കുറച്ചത് ചെയ്യാം, കുറച്ചിത് ചെയ്യാം, കുറെ കർമ്മങ്ങൾ ചെയ്യാം, കുറച്ച് തപസ് ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ കുറച്ച് ദേവന്മാരെ ഉപാസിക്കാം. ഇങ്ങനെ ഓടി നടന്ന് ആ വ്യക്തിക്ക് സംശയമൊന്നുമില്ല, ഓടി നടന്ന് ചെയ്യുന്നില്ല. ആ വ്യക്തിക്ക് അറിയാം ഭഗവാൻ എന്താണോ വിചാരിച്ചത് അതിനനുസരിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് പോകും. ഭഗവാനാണ് എൻ്റെ ആശ്രയം, ഏകമായിട്ടുള്ള എൻ്റെ ആശ്രയം ഭഗവാനാണ് എന്ന് ഉറച്ച വിശ്വാസമുള്ള വ്യക്തിയാണ് വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഭൗതിക ലോകത്തില് ആ കൃഷ്ണഭക്തിയിൽ ഉറച്ച വിശ്വാസം വരുന്നത് സാധാരണ അത്ര എളുപ്പമല്ല. കാരണം മായ ഭഗവാനിൽ നിന്നും നമ്മളെ ഭഗവാനെ നമ്മളിൽ നിന്നും മറച്ചു വെക്കുന്നതാണ്. യോഗമായ സമാവൃതം അല്ലെ. ബാക്കി എല്ലാത്തിലും നമ്മൾക്ക് വിശ്വാസം ഉണ്ടാവും, പക്ഷെ ഭഗവാനിൽ വിശ്വാസം വരുന്നില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തിയെയാണ് ഭഗവാൻ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് വരുന്നതിന് നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ് ആര്? ഗുരു എന്ന് പറയുന്നത്. ഗുരുവിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾക്ക് ഈ ഒരു വ്യവസായാത്മിക ബുദ്ധി, ഭഗവാനിൽ ഉറച്ച ബുദ്ധി ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത്, ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കൺഫ്യൂഷനായി പോകും അല്ലെ. എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുന്ന സമയത്ത് നമ്മളെല്ലാം ഉപേക്ഷിക്കും. ഇങ്ങനെയുള്ള വ്യവസായാത്മിക ബുദ്ധികൾക്ക് ഭാഗവതത്തിൽ ഒരുപാട് ഉദാഹരണം നമ്മൾക്ക് കാണാൻ സാധിക്കും. കുന്തിദേവി അല്ലെ, കുന്തിദേവി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി അല്ലെ. പക്ഷെ ആ പ്രശ്നങ്ങളുടെ ഇടയിലൊക്കെ അവര് ഭഗവാനെ കൂട്ടുപിടിച്ചു, ഭഗവാനെ വിളിച്ചു അല്ലെ. ഭഗവാൻ അവരെ സഹായിച്ചു. അവര് ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ഭഗവാൻ ഞങ്ങളെ സംരക്ഷിക്കും, ഭഗവാൻ ഞങ്ങൾക്ക് പൂർണ്ണ സംരക്ഷകനായിട്ടുണ്ട് എന്ന് ഉറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അവർ ആ കുടുംബത്തിന് മുഴുവൻ ഉണ്ടായി. കുന്തിദേവിക്കും, കുന്തിദേവിയുടെ മക്കൾക്കും, പാണ്ഡവർക്ക് എല്ലാവർക്കും, ദ്രൗപദി ദേവിക്കും എല്ലാം ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അവരെല്ലാം വ്യവസായാത്മിക ബുദ്ധികളാണ്. അപ്പോൾ അവസാനം യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത്, ഹസ്തിനപുരത്തു നിന്ന് ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത്, ആ സമയത്താണ് ഉത്തര കരഞ്ഞുകൊണ്ട് വരുന്നത് അല്ലെ. പാഹി പാഹി മഹായോഗിൻ എന്ന് പറഞ്ഞിട്ട്, പാഹി പാഹി മഹായോഗിൻ എന്ന് പറഞ്ഞിട്ട് ഉത്തര ഓടി വരുന്നുണ്ട്. ഉത്തര ആരാണ്? ഉത്തര അഭിമന്യുവിന്റെ ഭാര്യയാണ് ഉത്തര, വിരാട് രാജാവിന്റെ പുത്രി. ഉത്തരയുടെ പ്രത്യേകത എന്താണ്? ഉത്തര ഗർഭവതിയാണ്, ഗർഭിണിയാണ്. ഉത്തരയുടെ ഗർഭത്തിലാണ് പാണ്ഡുവംശത്തിന്റെ അവസാന കണ്ണി ഇരിക്കുന്നത്. ആ അവസാന കണ്ണിയെ കൂടി നശിപ്പിക്കാൻ വേണ്ടി ദ്രോണാചാര്യരുടെ പുത്രനായിട്ടുള്ള അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിരിക്കുകയാണ്. ആ ബ്രഹ്മാസ്ത്രം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഉത്തരയുടെ ഗർഭത്തിലുള്ള ആ പരീക്ഷിത് മഹാരാജാവിനെ, പാണ്ഡവ വംശത്തിലെ അവസാന കണ്ണിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മാസ്ത്രം അശ്വത്ഥാമാവ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഉത്തരം നേരെ ഓടി വന്നത് ആരുടെ അടുത്തേക്കാണ്? ഭഗവാന്റെ അടുത്തേക്കാണ് അല്ലെ. അവിടെ പാണ്ഡവരൊക്കെ ഇരിക്കുന്നുണ്ട്, പാണ്ഡവരൊക്കെ ഉണ്ട് അവിടെ, യുധിഷ്ഠിരനുണ്ട്, ഭീമസേനുണ്ട്, അർജുനുണ്ട്. പക്ഷെ ഉത്തര ആരുടെ അടുത്തേക്കും പോയില്ല, നേരിട്ട് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ വന്നു അല്ലെ. കാരണം എന്താണ്? ഉത്തരയ്ക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, ഭഗവാന് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ, ഇവർക്ക് ആർക്കും എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല. ദ്രൗപദി നേരിട്ട് ഭഗവാന്റെ അടുത്തേക്ക് വരുന്നതിന്റെ മുന്നേ വസ്ത്രക്ഷേപണ സമയത്ത് പാണ്ഡവരോടൊക്കെ സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഭീമാർജുനന്മാരോടൊക്കെ സഹായം ചോദിച്ചു, യുധിഷ്ഠിര മഹാരാജാവിനോട് സഹായിക്കാൻ ചോദിച്ചു. അതേപോലെ ഭീഷ്മദേവനോടും ദ്രോണാചാര്യരോടൊക്കെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവസാനം ഭഗവാൻ മാത്രമേ രക്ഷിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ പൂർണ്ണമായിട്ടും വിളിച്ചത്.
പക്ഷെ ഉത്തര അതിനൊന്നും നിന്നില്ല, നേരിട്ട് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ വന്നു. അപ്പൊ ഉത്തരയ്ക്ക് അറിയാം, നേരത്തെ അനുഭവ സമ്പത്തുണ്ട്, അവരുടെ പൂർവികർ പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവ സമ്പത്തുണ്ട്. അതുകൊണ്ട് നേരിട്ട് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ വന്നു. ഭഗവാന് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ, എന്റെ കുഞ്ഞിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉത്തര വന്ന സമയത്ത് ഭഗവാൻ ആ ഗർഭത്തിലിരിക്കുന്ന പരീക്ഷത്തിന്റെ പരീക്ഷത്തിനെ സംരക്ഷിച്ചു. ഗത ചുഴറ്റിക്കൊണ്ട് അദ്ദേഹം ആ ഗർഭത്തിന് ചുറ്റും സംരക്ഷണ വലയം തീർത്തു. പരീക്ഷിത്ത് മഹാരാജാവിന് കാണാൻ സാധിച്ചു, ആ ഭഗവാന്റെ രൂപത്തിനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉത്തരയെയും കൂടി സംരക്ഷിച്ച സമയത്ത് കുന്തിദേവി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. കുന്തിദേവി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങളെ ഒരുപാട് ആപത്തുകളിലൂടെ കടന്നുപോയി ജീവിതത്തില്. ഞങ്ങളെ വിഷം തന്ന് കൊല്ലാൻ ശ്രമിച്ചു, കൗരവന്മാര് വിഷം തന്ന് കൊല്ലാൻ ശ്രമിച്ചു. അതേപോലെ ഞങ്ങളെ വീടിന് തീയിട്ട്, കൊട്ടാരത്തിന് തീയിട്ട് ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു, ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഞങ്ങളെ വനവാസത്തിന് അയച്ചു. വനത്തിൽ ഒരുപാട് നിശാചരന്മാരുടെ, രാക്ഷസന്മാരുടെ ഉപദ്രവം ഞങ്ങൾക്കുണ്ടായി. അതുപോലെ മഹാഭാരത യുദ്ധത്തിന്റെ സമയത്ത് വലിയ വലിയ മഹാരഥന്മാരുടെ അസ്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ അങ്ങ് രക്ഷിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള വലിയ വലിയ ആപത്തുകളിലൂടെ ഒക്കെ കടന്നു പോയപ്പോഴും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങുള്ളത് കൊണ്ട് ഇത്രയും വലിയ ആപത്തിൽ പോലും എനിക്കും എന്റെ മക്കൾക്കും ഒന്നും സംഭവിച്ചില്ല അല്ലെ. വലിയ വലിയ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ ശക്തിയുള്ള മഹാരഥന്മാരാണ് പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്തത്. പക്ഷെ അങ്ങയുടെ സംരക്ഷണം കൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് ഒന്നും സംഭവിച്ചില്ല, അവരെ പൂർണ്ണമായിട്ടും അങ്ങ് സംരക്ഷിച്ചു. അപ്പോൾ കുന്തിദേവി പ്രാർത്ഥിക്കുന്നതാണ്, ഇങ്ങനെയുള്ള ആപത്തുകളെയൊന്നും ഞാൻ പേടിക്കുന്നില്ല, എനിക്ക് ആപത്തിനെ അല്ല ഭയം, ആപത്തുകൾ വന്നോട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എന്റെ ഭയം എന്താണ്, അങ്ങേ മറന്നുപോകുമോ എന്നുള്ളതാണ് എന്റെ ഭയം. ആപത്തുകൾ വരുന്ന സമയത്ത് ഞങ്ങൾ ഒരിക്കലും അങ്ങേ മറക്കുന്നില്ല, ഞങ്ങൾ അങ്ങേ തന്നെ ഓർത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങേ ദർശിച്ചു കഴിഞ്ഞാൽ അപുനർഭവദർശനം, പിന്നെ ഭൗതിക ലോകത്തിൽ വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങേ എപ്പോഴും സ്മരിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. ആപത്തുകൾ വരുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, അങ്ങേ മറക്കുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം, അങ്ങേ ഓർക്കുന്നതാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് അവിടെ കുന്തിദേവി പറയുന്നത്. അതാണ് വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയും. ഭഗവാനെ ഓർക്കുന്നതാണ് ഏറ്റവും വലിയ നേട്ടം, ഭഗവാൻ കൂടെയുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് കുന്തിദേവിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു. അത് കുന്തിദേവി അവിടെ പ്രഖ്യാപിക്കുന്നുമുണ്ട്, അതവിടെ എല്ലാവർക്കും വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ് കുന്തിദേവി. അപ്പോൾ ആ കുന്തിദേവിയുടെ ആ ഒരു ദർശനം, അത് വ്യവസായാത്മിക ബുദ്ധിയുടെ ഒരു ഉദാഹരണം. കുന്തിദേവിക്ക് പൂർണ്ണമായിട്ടും ഇവിടെ ചൈതന്യ മഹാപ്രഭു പറയുന്നത് പോലെ ബോധ്യപ്പെട്ടു, ഭഗവാന്റെ ഭക്തി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ നേട്ടം, അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു നേട്ടമില്ല. ജീവിതത്തിൽ ആപത്തുകളോ അല്ലെങ്കിൽ നല്ല കാലമോ ഇതൊക്കെ വരും പോകുകയൊക്കെ ചെയ്യാം, അതൊന്നുമല്ല വിഷയം. ഭഗവാനെ വിട്ടുപോകുന്നതാണ്, ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് കുന്തിദേവിക്ക് ബോധ്യപ്പെട്ടു. ഇത് ബോധ്യപ്പെട്ട വ്യക്തിയാണ് ഭഗവാൻ ആരെന്ന് പറയുന്നത്, വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത്. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന. ആ വ്യക്തിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഭഗവാനെ പ്രീതിപ്പെടുത്തുക, ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുക, ഭഗവാന്റെ സന്തോഷത്തിൽ സന്തോഷിക്കുക. അത്രമാത്രമേ ആ വ്യക്തിക്ക് ലക്ഷ്യമുള്ളൂ. ഏകേഹ കുരുനന്ദന. അതെങ്ങനെ സാധ്യമാകുന്നു എന്നാണ് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നത്. ഗുരുവിനെ പ്രസാദിപ്പിക്കുന്നതിലൂടെയാണ്, യഥാർത്ഥത്തിലുള്ള ഗുരുപരമ്പരയിലുള്ള ഗുരുവിനെ പ്രസാദിപ്പിക്കുന്നതിലൂടെയാണ് ഇത് സാധിക്കുന്നത്, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ സാധിക്കുന്നത്. യസ്യ പ്രസാദാൻ ഭഗവത് പ്രസാദവും. നമ്മൾ മംഗളാരതിയിൽ ചെല്ലുന്ന സമയത്ത് ഈ ശ്ലോകമാണ് ചെല്ലുന്നത് അല്ലെ. യസ്യ പ്രസാദാ ഭഗവത് പ്രസാദോ യസ്യ പ്രസാദാ നഗതി കുതോ. ആരെ പ്രസാദിപ്പിച്ചാലാണോ ഭഗവാൻ പ്രസാദിക്കുന്നത്,
ആരെ പ്രസാദിപ്പിച്ചാലാണോ, ആരുടെ അപ്രസാദം കൊണ്ടാണോ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ സാധിക്കാത്തത്, അതാണ് ഗുരു എന്നുള്ളത്. അപ്പം ഈ ഒരു ഭക്തിയിൽ ഗുരു എന്നുള്ള വ്യക്തിക്ക് വലിയ പ്രാധാന്യമുണ്ട് അല്ലെ. നമ്മള് കേരളത്തിൽ അധികം ഇങ്ങനെ ഒരു വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാര്യമൊക്കെ നമ്മൾ അങ്ങനെ അധികം പരിശീലിക്കാറില്ല, നമ്മൾ അങ്ങനെ കേട്ടുപരിചയമില്ല. നമ്മളെല്ലാം ബ്രഹ്മം, എല്ലാം ബ്രഹ്മമാണ് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും, നീയും ഞാനും ബ്രഹ്മമാണ്, അതുകൊണ്ട് എല്ലാവരും ഈക്വലാണ്, ഒരാൾക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നും ഇല്ല, ഒരാൾക്ക് പ്രത്യേകിച്ചും ഒരു പ്രാധാന്യമില്ല എന്നാണ് നമ്മൾ സാധാരണ നമ്മുടെ കേരളത്തിലുള്ള ഒരു മെന്റാലിറ്റി. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ഭക്തി സേവനം എന്ന് പറയുന്നത്. ഭക്തി സേവനം വ്യക്തിയിൽ കേന്ദ്രീകൃതമാണ്. ഭഗവാൻ വ്യക്തിയാണ്. ഭഗവാന്റെ ഗുരുപരമ്പരയിലൂടെ വരുന്ന ഭക്തന്മാരെല്ലാവരും വ്യക്തികളാണ്. ആ വ്യക്തികൾക്കുള്ള സേവനമാണ് ഭഗവാന്റെ സേവനം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾക്ക് ആ വ്യവസായാത്മിക ബുദ്ധിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത് എന്നിവിടെ ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഉറപ്പ് വരാത്ത ആളുകളാണ്, ആ ഭക്തി സേവനത്തിൽ ഉറപ്പ് വരാത്ത ആളുകള് മറ്റുവിധ ഒരുപാട് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാമ്യകർമ്മങ്ങളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമെന്നാണ് പറയുന്നത്. അവർക്ക് ഉറച്ച ഒരു തീരുമാനമായിട്ടില്ല, എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനമായിട്ടില്ല. അവരങ്ങനെ അലഞ്ഞു നടക്കും. അവരെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ 42-43 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത്. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിത വേദവാദരഥാപാർത്ഥാൻ അന്യതസ്ഥീതി വാദിന കാമാത്മാന സ്വർഗപര ജന്മകർമ്മഫലപ്രദ ക്രിയാവിശേഷബഹുല ഭോഗൈശ്വര്യ. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാതെ വേദങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകളാണ് വേദവാദരഥാപാർത്ഥ. ഇത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ സമയമായിട്ടുണ്ട്, അപ്പൊ നമുക്കത് അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. നമസ്തേ പ്രഭുജി. ഏകാദശി ദിവസമായ ഇന്ന് ഇത്രയൊക്കെ പറഞ്ഞു തന്ന അങ്ങേക്കും മഹാഗുരുവിനും